ഇത് 2025 കലണ്ടർ കേട്ടോ. ഇനി ബാക്കിയുള്ള കലണ്ടർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 24 കലണ്ടർ കേട്ടോ. കണ്ട ഡിസംബർ. ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് 23 കലണ്ടർ കേട്ടോ. ഡിസംബർ 23 കലണ്ടറാണ്. ഇത് 22 കലണ്ടർ കേട്ടോ. ഡിസംബർ 22. ഇനി അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് 21 കലണ്ടർ കേട്ടോ. ഡിസംബർ 2021 ഡിസംബർ. ഇനി അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ 2020 ഡിസംബർ കലണ്ടർ ഇട്ടത്. കണ്ടോളൂ. 2019 ഡിസംബറിൻ്റെ കലണ്ടർ ഇട്ടത്. പക്ഷെ ഇത് ഇവിടുന്ന് കുറച്ചൊക്കെ കീറിപ്പോയിട്ടാ. അതുകൊണ്ട് ഇതാ ജൂലൈയിലെ കലണ്ടർ ഇട്ടുള്ളത് 2019. ഓക്കെ, ഡിസംബർ ഇതാ. പക്ഷെ അത് കുറച്ച് കീറിപ്പോയി. 2018 മാർച്ചിലെ കലണ്ടർ ഇട്ടത്. കണ്ട, മാർച്ചിലത്തെ കലണ്ടറാണ് 2018. 2017 മാർച്ചിലെ കലണ്ടർ ഇട്ടത്. 2017 മാർച്ച്. അത്രേ ഉള്ളൂ കേട്ടോ. 2020 മുതലുള്ള കലണ്ടർ ഉണ്ടായിരുന്നു. 20 മുതലുള്ള എല്ലാ കലണ്ടറും ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ എൻ്റെ മോളുടെ കല്യാണമായപ്പോൾ ഞാൻ വീട് പെയിൻ്റ് അടിച്ചപ്പോൾ അതെടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെ ആ കലണ്ടറുകളൊക്കെ പോയതാട്ടാ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണിത്. 2018 കല്യാണം കഴിഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ശേഷമുള്ള കലണ്ടറുകളാണ് ഇട്ടതൊക്കെ. പിന്നെ കലണ്ടർ അങ്ങനെ കളയില്ല. കാരണം എന്താണെന്നറിയോ, ഈ എല്ലാവരും കളിയാക്കൂല. പാലേൻ്റെ കണക്കും പപ്പടക്കാരൻ്റെ കണക്കൊക്കെ കലണ്ടറിലാണ് ഉണ്ടാവുക എന്ന് പറയില്ലേ. അതുപോലെ എൻ്റെ കണക്കൊക്കെ കലണ്ടറിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ കലണ്ടറൊന്നും കളയൂല. എന്തായാലും ആരുടെയൊക്കെ ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതി വെക്കും. അപ്പോൾ അതൊക്കെ പോവില്ലേ, അത് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ പോയി നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഗ്യാസ് ബുക്ക് ചെയ്താൽ, ഗ്യാസ് കിട്ടിയാൽ, ഗ്യാസ് ഞാൻ ഫിറ്റ് ചെയ്താൽ ഒക്കെ ഞാൻ കലണ്ടറിൽ എഴുതി വെക്കും. അപ്പോൾ അതുകൊണ്ട് കലണ്ടർ ഞാൻ കളയൂല. അതാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലെ വിശേഷം കേട്ടോ.